നോമ്പ് 1 മുതൽ തുടങ്ങിയതാട്ടോ ഈ ഇറച്ചും ചിക്കനും ഒക്കെ തിന്നല്. ഇനിയിപ്പോ ഒരു 4 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം നല്ല പച്ചക്കറിയും ചോറും ഒക്കെ ഉണ്ടാക്കി തിന്നാന്. ഇന്നും ചിക്കൻ തന്നെ ആട്ടോ വാങ്ങിയത്. നാട്ടിലുണ്ടാകുന്ന സമയത്ത് രാവിലത്തെ ചായക്ക് പത്തിരിക്ക് കൂട്ടാൻ വേണ്ടിട്ട് ഉമ്മ ഉണ്ടാക്കി തരുന്ന സിമ്പിൾ ചിക്കൻ കറി ഉണ്ട്. അതാട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് എന്നിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിലുള്ള ഉപ്പിട്ട് കൈയോട് നല്ലോണം കുഴച്ച് സെറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് പാകത്തിലുള്ള വെള്ളവും വെച്ച് അടുപ്പത്ത് വെച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. അത് റെഡി വരുമ്പോഴേക്കും പത്തിരി ഉണ്ടാക്കാനുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കാം. വെള്ളം തളിച്ചപ്പോൾ പാകത്തിലുള്ള ഉപ്പിട്ട് പൊടിയും അതിലേക്ക് ഒന്ന് ഇളക്കി സെറ്റ് ആക്കി എടുത്ത് 2 വിസിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ കഴുകി വെച്ച ചിക്കൻ മൊത്തമായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഒരു 2 വിസിൽ കൂടി അടുപ്പിച്ചെടുക്കണം. എന്നിട്ട് പത്തിരി ഉണ്ടാക്കാൻ വാട്ടി വെച്ച പൊടിയെടുത്ത് ഗ്രൈൻഡറിലിട്ട് നല്ലോണം കുഴച്ച് സെറ്റ് ആക്കി എടുത്തിട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും കറി വന്ന് റെഡി ആയിക്കിന്. അങ്ങനെ ചെറിയുള്ളിയും തേങ്ങയും കൂടി അരച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ചോപ്പിച്ചെടുത്ത് അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് കറിവേപ്പിലല്ലാത്തത് കൊണ്ടാട്ടോ. പിന്നെ കറി അതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മളെ സിമ്പിൾ ചിക്കൻ കറി റെഡി ആയിട്ടോ. പിന്നെ കുഴച്ച് വെച്ച പൊടി എടുത്ത് ചെറിയ ഉരുളാക്കി പ്രസ്സുമേൽ മൊത്തമായിട്ട് പരത്തി എടുത്തിട്ടോ. എന്നിട്ട് ഫ്രൈ പാനിലിട്ട് പത്തിരി മൊത്തമായിട്ട് ചുട്ടെടുത്ത് പത്തിരി നല്ലോണം ഉഷാറായിട്ട് പൊള്ളി വന്നിട്ടുണ്ടോ. സംഭവം അടിപൊളിയായി. ഇന്ന് നോമ്പ് തുറക്കാൻ ഒരു സ്പെഷ്യൽ ജ്യൂസ് ആട്ടോ ഉണ്ടാക്കുന്നത്. ഷമാമ്, പഴം, അണ്ടിപ്പരിപ്പ്, പിസ്ത, ഈത്തപ്പഴം എല്ലാം കൂടി മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് നല്ല തണുത്ത പാലും കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലോണം അടിച്ചെടുത്തപ്പോൾ നമ്മളെ സ്പെഷ്യൽ ജ്യൂസും റെഡി ആയിട്ടോ. ഇന്ന് നോമ്പ് തുറക്കാൻ ഞാനും ഫൈസൽക്കയും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ജ്യൂസൊക്കെ കുടിച്ച് എന്നിട്ട് പോയി നിസ്കരിച്ചൊക്കെ വന്ന് എന്നിട്ട് ചിക്കൻ കറിയും പത്തിരിയും ഒക്കെ മേശമ കൊണ്ടുപോയി വെച്ച് ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കഴിച്ചിട്ടോ. സംഭവം അടിപൊളി. വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.